മുതിർന്ന പത്രപ്രവർത്തകരുടെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്തേക്ക് പോയതിൻ്റെ ബാക്കി പത്രം കൂടി ഇന്ന് പറയുകയാണ്. അപ്പം കൊല്ലം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അവിടുന്ന് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യാത്ര എന്നുള്ള രീതിയിൽ ഞാൻ എക്കാലത്തും കൊല്ലത്ത് പോയാൽ ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റാത്തൊരു ഏരിയയാണ് നമ്മുടെ തങ്കശ്ശേരി. തങ്കശ്ശേരി എന്ന് പറയുന്നുണ്ടെങ്കിൽ കോഴിക്കോട്ടുകാർക്ക് നമ്മളെ മൂന്നാലിങ്കലും വെള്ളയിലൊക്കെ ഉള്ള ആ ഒരു രീതിയാണ്. കാരണം തൊട്ടടുത്ത് ലൈറ്റ് ഹൗസ്, അതിനോടനുബന്ധിച്ച് അപാരമായ നീലാകാശത്തോടു കൂടിയ കടല്, അങ്ങനെയൊക്കെയാണുള്ള സാഹിത്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശമാണത്. മാത്രമല്ല നമ്മളുടെ ഈ ഏരിയ പോലെ തന്നെ മിശ്രിതമാണ്. പല ആളുകളും സംഘം ചേർന്ന് ജീവിക്കുന്ന ഒരു കൂട്ടായ്മ ഉള്ളൊരു ഏരിയയാണ് ഈ തങ്കശ്ശേരി. പ്രത്യേകിച്ച് നമ്മളവിടെ നിന്ന് കോഴിക്കോട്ട് നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആംഗ്ലോ ഇന്ത്യൻ വിഭാഗക്കാർ ഇനി കുറച്ചുകൂടി അവശേഷിക്കുന്നത് ഈ തങ്കശ്ശേരി ഭാഗത്താണ്. അപ്പോൾ തങ്കശ്ശേരിയിലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അവിടുത്തെ ലൈറ്റ് വളരെ വളരെ ലൈറ്റ് ഹൗസ് ഏറെ പ്രത്യേകതകളോട് കൂടിയതും കേരളത്തിൽ തന്നെ അതിഗംഭീരമായ ഒരു ലൈറ്റ് ഹൗസാണ് അവിടെയുള്ള തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് 1519 1520 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇത് തുടങ്ങിയത്. അത് ശരിക്ക് എന്താ പറയുക, ഈ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ഒരു കോട്ടയുണ്ട്. കോട്ടയോട് ചേർന്നിട്ടാണ് ഇതുള്ളത്. പ്രത്യേകിച്ച് പോർച്ചുഗീസ് ഡച്ച് സംഘർഷ ഭൂമിയായിട്ടും നമുക്കിതിനെ വിലയിരുത്താം. കോട്ടയുടെ ഭൂരിഭാഗം നശിച്ചിട്ടുണ്ട്, പക്ഷേ ലൈറ്റ് ഹൗസ് ഇപ്പോഴും ഉണ്ട്. ലൈറ്റ് ഹൗസ് ഏറ്റവും ഉയരമുള്ള ലൈറ്റ് ഹൗസാണ് ഇവിടുത്തെ. അതായത് ഏകദേശം 47 മീറ്ററോളം ഉയരവും 135 അടിയോളം ഉയരമുണ്ട്. 1902 ബ്രിട്ടീഷുകാരാണ് ഇത് നിർമ്മിച്ചത്. ഇപ്പോൾ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം ലഭിക്കുന്ന അപൂർവം ലൈറ്റ് ഹൗസുകളിൽ ഒന്നാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. ഏത് സമയത്തും ഇവിടുന്ന് കൊല്ലത്തൊക്കെ പോകുന്നവർക്ക് അതിനൊരു നിശ്ചിത തുക 30 രൂപയോ മറ്റോ കൊടുത്താൽ അതിൻ്റെ അകത്ത് പ്രവേശിക്കുക, അതിന് മുകളിൽ കയറുകയൊക്കെ ചെയ്യുക. അതിമനോഹരമായ കാഴ്ചകളാണ്. ഈ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന് തന്നെ ഇവിടുത്തമായിട്ടൊരു വെള്ള ലൈറ്റ് ഹൗസ് അല്ല, ഹൈറ്റ് കൂടുതൽ. പിന്നെ അതിനൊരു കളറുണ്ട്, ചുവപ്പും വെള്ളയും കൂടി കലർന്ന ഒരു വരയോട് കൂടിയൊരു ഇത്. പിന്നെ അതിൻ്റെ അടുത്തൊരു പൂന്തോട്ടമുണ്ട് കടലിനോട് ചേർന്നിട്ട്. പിന്നെ ഒരു വലിയ കോട്ട അതിനോട് ചേർന്ന് കൊണ്ട് തന്നെയുണ്ട്. ഈ ഫോർട്ട് 1519 ഞാൻ പറഞ്ഞല്ലോ. അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നീടുള്ള കാണാനുള്ള ചില നഗരങ്ങൾ യൂറോപ്യൻ വംശജരെയൊക്കെ കുറിച്ചിട്ട യൂറോപ്യൻ നഗര കുടീരങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ ലൈറ്റ് ഹൗസാണ്. ആ ലൈറ്റ് ഹൗസ് ഇപ്പോൾ കാണാൻ പോകുന്ന ആളുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ടുള്ള ഫോർട്ടിൻ്റെ കുറേ ഭാഗങ്ങൾ ഈ കടൽക്ഷോഭവും കടലിൻ്റെ അരികെയായതിനെ കൊണ്ട് അതൊക്കെ നശിച്ചു തുടങ്ങി. പോർച്ചുഗീസുകാർ 1500 കോട്ടയം വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. പോർച്ചുഗീസുകാരാണ് അവിടെ ആദ്യം എത്തിയിട്ടുള്ളത്. 1661 പോർച്ചുഗീസുകാരിൽ നിന്ന് തങ്കശ്ശേരി പിന്നീട് ഓരോരുത്തരായി മാറി മാറി പിടിച്ചെടുക്കുന്ന സംഭവമായിട്ട്. ബ്രിട്ടീഷുകാരാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഈ സംഭവം ഏറ്റെടുക്കുന്നത്. പിന്നീട് ഡച്ചുകാരിൽ നിന്ന് പിന്നെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്. അങ്ങനെ ഈ 3 യൂറോപ്യൻ നഗര വിദേശികൾ തമ്മിൽ സ്ഥലത്തിനും കോട്ടയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് യുദ്ധം നടത്തിയ ഒരു ഭൂമിക കൂടിയാണ് തങ്കശ്ശേരി. അപ്പോൾ തങ്കശ്ശേരിയിലെ കുറേ വിശേഷങ്ങളും കൂടി കാണാമെന്നുള്ളത്. പക്ഷേ അവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ കടലാക്രമണത്തെ തുടർന്ന് ബാക്കി വന്ന ഈ കോട്ടയുടെ കുറേ ഭാഗങ്ങൾ വീണ്ടും നശിക്കുകയും അവിടെ മറ്റെന്തോ പുനർനിർമ്മാണ പ്രവൃത്തി എന്തിൻ്റെയൊക്കെയോ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ പേരിൽ അവിടത്തേക്ക് പ്രവേശനം നിരോധിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് ഷൂട്ട് ചെയ്യാനും എനിക്കൊന്നും പൂർണ്ണമായും കാണാനും സാധിക്കാത്തൊരവസ്ഥയാണ്. എന്തായാലും ലൈറ്റ് ഹൗസ് കണ്ടു. ലൈറ്റ് ഹൗസിൻ്റെ ഭംഗി ഞാൻ നിങ്ങളിൽ
പങ്കുവെക്കുകയാണ്. അപ്പോൾ എന്ന് വേണമെങ്കിലും ആ ഒരു വലിയ സ്ഥലത്തേക്ക് ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഒക്കെ വിലസിയ ആ പോർട്ടിൻ്റെ ഭാഗത്തേക്ക് എന്തെങ്കിലും നമ്മൾ സഞ്ചാരികളായി പോകുമ്പോൾ ഈ ലൈറ്റ് ഹൗസ് കാണണം, അതോടനുബന്ധിച്ചിട്ടുള്ള പോർട്ട് കാണണം. മാത്രമല്ല ഏറ്റവും നല്ല കടൽ തീരത്തെ അതിമനോഹരമായ നമ്മളെ ബീച്ചോട്ടിലൊക്കെ പോലെ 1-2 വലിയ റിസോർട്ടുകളും ഹോട്ടൽ ഇതൊക്കെ ഉണ്ട് അവിടെ. ഇപ്പോഴും പഴമയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു അത് നശിക്കാത്തൊരിടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമസ്കാരം.